എക്സ്പോ 2022 നമ്മളിങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ട് പോവാണ്. ഇത് കണ്ടോ, ഞാൻ നടന്നുകൊണ്ട്. അടിപൊളി. പ്രദേശം തണുപ്പില്ല, ഒത്തിരി ചൂടുമില്ല, അടിപൊളി. ബാക്ക്ഗ്രൗണ്ടും കൂടിയല്ലേ. ഇതോ എനിക്കാണോ? ശരിക്കും ഒരു ചെയ്തിരിക്കുന്നത് കണ്ടോ, ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു ലേക്കാണ്. കാരണം നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. ഈ ഭാഗത്ത് കണ്ടോ, ഈ ഭാഗത്ത് രാവിലെ 6 മണിക്ക് തന്നെ എഴുന്നേറ്റ് നല്ലൊരു തീ. ഹാപ്പി ന്യൂ ഇയർ! എല്ലാവർക്കും പുതുവത്സര ദിനാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. നമ്മൾ ചെറിയ യാത്രയിലാണ്. ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾ എല്ലാ വർഷവും ഫയർ വർക്സും കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോകാറുള്ളത്. ഇപ്രാവശ്യം റാസൽ ഖൈമയിലും അതുപോലെ തന്നെ അബുദാബിയിലും ഗ്ലോബൽ വില്ലയിലൊക്കെ ഫയർ വർക്സ് ഉണ്ട്. പക്ഷെ ഫയർ വർക്സിൽ പോകണമെങ്കിൽ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോകണം, ഭയങ്കര റഷാണ്. അതും ഫയർ വർക്സ് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഏകദേശം നമ്മൾ ഉച്ചയോടെ പോയിട്ട് അവിടെ ക്യൂ നിൽക്കണം. പാർക്കിങ്ങിന് ബുദ്ധിമുട്ടാണ്. ഇനി ഫയർ വർക്സ് കഴിഞ്ഞെങ്കിൽ തന്നെ തിരിച്ചു വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1-2 മണിക്കൂർ വണ്ടിയുടെ അടുത്തേക്ക് നടക്കേണ്ടി വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ഇപ്രാവശ്യം ഫയർ വർക്സിന് പോകുന്നത് ഒഴിവാക്കി. പകരം ഞങ്ങൾ ചെറിയൊരു ഓവർനൈറ്റ് സ്റ്റേക്ക് പോവാണ്. ഞങ്ങൾ മാത്രമല്ല, നമ്മുടെ കുറച്ച് ഫാമിലീസും കൂടി വരുന്നുണ്ട്. 2 ഫാമിലിയും കൂടി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. എമിറേറ്റ്സ് മാർക്കറ്റിൽ പോയി വിറക് അടക്കമുള്ള സാധനങ്ങൾ വാങ്ങി ബ്ലാങ്കറ്റ്, പില്ലോ എല്ലാം കാറിലെടുത്തു വെച്ചു. ബീഫ് കറി ഉണ്ടാക്കുന്നത് എന്തിനാണല്ലേ? അതൊരു സർപ്രൈസ് ആണ്. ഞങ്ങൾ താമസിക്കുന്ന ഷാർജയിൽ നിന്നും 85 കിലോമീറ്റർ അകലെയുള്ള എക്സ്പോ 2020 ലേക്കിലേക്ക് 1.25 മണിക്കൂറാണ് യാത്രയുള്ളത്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ലവ് ലേക്കും ഖുദ ലേക്കും ഒക്കെ. ടൗണിലെ ബിസി ലൈഫിൽ നിന്നും മാറി ഇത്തരം മണ്ണിട്ട റോഡിലൂടെ ചെറിയ വെള്ളക്കെട്ടുകളും മരങ്ങളും ഒക്കെയായുള്ള ഈ യാത്ര വളരെ രസമുള്ളതാണ്. ഞങ്ങള് എക്സ്പോ 2020 ലേക്കിലെത്തി. ക്യാമ്പിങ്ങിന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ടെന്റൊക്കെ ഇടാൻ വേണ്ടി നമ്മളൊരു സ്ഥലം സെർച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഈ ഏരിയയിൽ. ഈ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വേറെ ആൾക്കാർക്ക് അധികം വന്ന് അടുത്ത് ടെന്റ് ഇടാനുള്ള സ്ഥലമില്ല. ആ ഭാഗത്തൊക്കെ ടെന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു പ്രൈവസി കിട്ടും. അത് മാത്രമല്ല, വണ്ടി അടുത്ത് തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വാഷ്റൂം ഇവിടെ അടുത്താണ്. പിന്നെ ലേക്കിലേക്ക് വലിയ ദൂരവുമില്ല. ലേക്കുമായിട്ട് ക്ലോസ്ഡും കൂടിയാണ്. ഫിൽസ, അപ്പൊ നമുക്ക് വണ്ടിയിൽ നിന്ന് ലഗേജ് എടുക്കാം. യല്ലാ. മറ്റ് 2 ഫാമിലികളും വരുന്നതേയുള്ളൂ. സ്ഥലം ബുക്ക് ചെയ്തു വെച്ചു. ഇനി ചുറ്റുവട്ടവും ഒന്ന് കറങ്ങി കാണാമെന്ന് വെച്ചു. ഇതാണ് എക്സ്പോ 2020 ലേക്കിന്റെ മെയിൻ എൻട്രൻസ്. വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. വാഹനങ്ങൾ പുറത്ത് പാർക്കിങ്ങിൽ വെക്കണം. എന്നിട്ട് നമ്മൾ നടന്നിട്ട് വരണം. എക്സ്പോ 2020 ലേക്കിൽ കാണുന്ന മെയിൻ ബേർഡ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം കാണിച്ചിരിക്കുന്ന റെഡ് വാറ്റിൽഡ് ടാപ്വിംഗ് എന്ന ഈ ലോക്കൽ ബേർഡിന് ബ്രീഡിംഗ് ടൈമിൽ ഉയർന്ന താപനിലയെ നേരിടാനുള്ള കഴിവാണ് അതിന്റെ സവിശേഷത. വെള്ളത്തിനടുത്ത് നിലത്ത് കൂടുണ്ടാക്കുകയും പ്രാണികൾ, ധാന്യങ്ങൾ എന്നിവ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ കാണുന്ന 2ാമത്തെ ഇനമാണ് ബാക്ക് വിങ്ഡ് സ്റ്റിൽറ്റ്. വെള്ളത്തിലിറങ്ങാൻ നീളമുള്ള കാലുകളാണ് ഈ പ്രാദേശിക പക്ഷിയുടെ സവിശേഷത. തടാകങ്ങൾക്കുള്ളിലെ ദ്വീപുകളിൽ നിലത്ത് കൂടുണ്ടാക്കുകയും പ്രാണികളെയും ചെറിയ ജീവികളെയും ഭക്ഷിക്കുകയും ചെയ്യുന്നു. യൂറേഷ്യൻ ഹുപ്പോവ് എന്ന 3ാമത്തെ ഇനം മരങ്ങളുടെ പൊള്ളയിൽ പ്രജനനം നടത്തുകയും അതിന്റെ പ്രത്യേക തരത്തിലുള്ള കൊക്കും മണ്ണിനടിയിൽ പുഴുക്കളെ കണ്ടെത്താനുള്ള കഴിവും ഉപയോഗിച്ച് നിലത്തു നിന്നുള്ള പുഴുക്കളെ ഭക്ഷിക്കുകയും ചെയ്യുന്നു. എക്സ്പോ 2020ന്റെ ലോഗോ ആയിരുന്നു ഇത്. എന്റെ ഈ പുറകിൽ കാണുന്ന ഈ ലേക്കാണ് എക്സ്പോ 2020 ലേക്ക് എന്നറിയപ്പെടുന്നത്. അതായത് അൽ ഖുദ്ര റീജിയനിലുള്ള ഈ ലേക്കിന് UAE എക്സ്പോ 2020 ഹോസ്റ്റ് ചെയ്തതിനു ശേഷം അതിനുള്ളൊരു ഓണർ എന്ന രീതിയിലാണ് ഈ ലേക്കിന് എക്സ്പോ 2020 ലേക്ക് എന്ന് പേരിട്ടിരിക്കുന്നത്. ശരിക്കും ഒരു ചെയ്തിരിക്കുന്നത് കണ്ടോ, ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു ലേക്കാണ്. കാരണം നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. ഈ ഭാഗത്ത് കണ്ടോ, ഈ ഭാഗത്ത് ഇവർ ശരിക്കും അടിയിൽ ഷീറ്റ് ഇട്ടിട്ട് അടുത്ത ഒരു ലേക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷീറ്റ് ഇട്ടു, ഇനി ഇതിന്റെ മുകളിലേക്ക് അവർ വെള്ളം സപ്ലൈ ചെയ്യും. നമുക്കിങ്ങനെ ഈ 2 ലേക്കിന്റെയും
ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടി ചെറിയൊരു വഴിയാക്കി വെച്ചിട്ടുണ്ട്. ഈ വെള്ളം കണ്ടോ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വെള്ളമാണ്. റിയലി? So now to us. Panda. Look, there's any fish. There's any fishes. Yes, yes, yes. There are. എക്സ്പോ 2022 നമ്മളിങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ട് പോവാണ്. ഇത് കണ്ടോ, ഞാൻ നടന്നുകൊണ്ട് ക്രോസ് ചെയ്തുകൊണ്ട് പോകണം. ശരിക്കും വെള്ളം നല്ല തണുപ്പാണ്. തണുക്കത്തില്ല വെള്ളം? ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ 2 ഫാമിലി എത്തിച്ചേർന്നിരുന്നു. അധികം സമയം വൈകിട്ടില്ലെങ്കിലും വിന്റർ സീസണിൽ പകലിന്റെ ദൈർഘ്യം വളരെ കുറവായതിനാൽ ഇരുട്ടായി തുടങ്ങിയിരുന്നു. ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കുന്നത് പഴംപൊരി വിത്ത് ബീഫ്. അങ്ങനെ നമ്മുടെ രാത്രിയിലുള്ള ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി മുറിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിക്കു. കണ്ണിക്കിടക വെള്ളം എടുക്കുന്നു, എനിക്കൊട്ടും പറ്റത്തില്ല. ഇവർക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല, മുഖം കാണിക്കത്തില്ല. എന്റെ പൊന്നെ, വീട്ടിലാണോ? എന്തൊരു സവോള ഇത്! ഇവരെന്താണ് പരിപാടി? Thank you, drawing. I like it, Taro. Thank you. I like it. നമ്മളിപ്പോ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതില് ചിക്കൻ മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി അഞ്ചിനും ആദ്യം വഴലുന്നത്. കുക്കറിൽ അടിക്കാനല്ല, ഞങ്ങള് ഇതാക്കി എടുക്കും, വറ്റിച്ചെടുക്കാനാ. അരി ഓൾറെഡി റെഡിയായി, ഇനിച്ചൂടെ വഴലണം. കെട്ടിയോനും ഉടായിപ്പായിട്ട് ഇറങ്ങിയേക്കുവാ. പിച്ചാത്തിക്കുതാ. സമയം ഏകദേശം 9 മണിയായി. ഇവിടെ ബിരിയാണി ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരുന്നേ ഉള്ളൂ. തണുപ്പ് ഏകദേശം നല്ല കൂടി വരുന്നുണ്ട്. അല്ല സൈമേ? അത് തന്നെ, നമ്മള് ബിരിയാണിയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കൂടെ നല്ല തണുപ്പുണ്ടോ ഷമീല? തണുപ്പ് വരുന്നു. ഞാൻ ജാക്കറ്റ് ഒക്കെ വീണ്ടും എടുത്തിട്ടു. ചിക്കൻ ബിരിയാണി ദമ്മിട്ട് വെച്ചു. നിങ്ങൾ അറിയാമായിരുന്നു അത്? ചിക്കൻ ഫ്രൈ മറ്റേ അടുപ്പില്ലേ, അടുപ്പ് ദം പൊട്ടിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. 13 ഡിഗ്രി തണുപ്പിൽ നല്ല ചൂട് ചിക്കൻ ഫ്രൈയും ദം ബിരിയാണിയും ഒക്കെ കഴിച്ചിരുന്നപ്പോൾ രാത്രി സമയം പോയത് അറിഞ്ഞതേയില്ല. കൃത്യം 12 മണിയായതും പിന്നെ എക്സ്പോ 2020 ലേക്കിൽ ഹാപ്പി ന്യൂ ഇയർ വിളികളുടെ ഒരു കൂട്ടബഹളമായിരുന്നു. ഫയർവർക്സ് ഉണ്ട്. ഹാപ്പി ന്യൂ ഇയർ. പ്രത്യേകിച്ച് എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണ് മിസ്റ്റർ അബ്ബാസ്? ഒരു എന്താ പറയാ, ഒരു മാതൃകാപുരുഷനായ ഭർത്താവായിരിക്കണം. പിന്നെ എന്റെ ആദം ബിമിസിം ആദം ഇതുപോലെ താത്താറെ കൂടിയാണുള്ളത്. വന്നിട്ടില്ല, മഞ്ഞൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ആദമിന് നന്നായി ഈ ന്യൂ ഇയറിനൊക്കെ നന്നായിട്ട് മിസ്സാവുന്നുണ്ട്.
എങ്കിലും ആദമിനും എൻ്റെ മോക്കും ഒരു ബെസ്റ്റ് ഫാദർ ആയിരിക്കും. Already dead. ഷെമീലക്ക് ഒരു ബെസ്റ്റ് ഹസ്ബൻഡ് ആവാനും. Already dead. ദാറ്റ്സ് ഓൾ. വാട്ട്സ് യുവർ റെസൊല്യൂഷൻ ഷെമി? ഷെമി ഹാപ്പി ആയിട്ടിരിക്കണം, നല്ലൊരു ഇയർ ആവട്ടെ എന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ ബെസ്റ്റ് വിഷസ്. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. Happy New Year. 2025 ഫിൽസയുടെ എന്താണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ? മലയാളം പഠിക്കാൻ. That's it. Yes. Okay, happy new year. Thank you. ഹാപ്പി ന്യൂ ഇയർ. എന്താണ് ന്യൂ ഇയർ ആയിട്ട് നിങ്ങളുടെ പുതിയ റെസൊല്യൂഷൻസ് എന്താണ്? അടിച്ചു പൊളിക്കുകയാണ്. 24േക്കാളും ഗംഭീരമാക്കി 25 ആണോ? അത് തന്നെ 24-ല് ഉണ്ടായ എന്തെങ്കിലും 25-ലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതുകൊണ്ട് എന്താണ്? എന്റെ തടി കുറയ്ക്കും, തടി കുറച്ച് സ്ലിം ആവും. ഓക്കെ. റൈസ് കഴിക്കില്ല, ഉള്ളി ചപ്പാത്തി. അത് സ്വന്തം ജിക്കുനോണി ഒന്നും ചെയ്യുന്നില്ല. ജിക്കുന് വേണ്ടിയോ? ഞാൻ കഴിക്കാതിരിക്കുന്ന റൈസ് അവള് കഴിക്കും. അവൾ എന്നെ പോലെ ആകുവാൻ ശ്രമിക്കും. ജിക്കു എന്തെങ്കിലും പറയാം? ജിക്കു എന്തെങ്കിലും അമ്മു എനിക്ക് വേണ്ടി എന്തായാലും 2025 മാറ്റുന്നുണ്ടോ? വ്യക്തി മാറ്റുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ ഫുഡൊന്നും കൊടുക്കാതിരിക്കുക, അതാണ് ഈ വർഷം അവള് ചെയ്യാൻ. Happy New Year. എന്താണ് ന്യൂ ഇയർ 2025 ആയിട്ട് മാറ്റാൻ പോകുന്ന കാര്യം എന്താണ്? റെസൊല്യൂഷൻ എന്താ ഇതാ? കുറച്ച് പഞ്ചിലാകണം. Weight loss ആവണം. വെയിറ്റ് ലോസ്. കറക്റ്റ്, വെയിറ്റ് ലോസ് ആവണം. വയറ് കാണിച്ചിട്ട് ദാറ്റ്സ് ഇറ്റ്. 2 മണിയായി, നല്ല തണുപ്പാണ്. അപ്പൊ ഞങ്ങള് തീയൊക്കെ കൊണ്ട് ആയിരിക്കും. ഹായ് ഹായ്. ഷൈമിയുണ്ട്. ഇത് പറയാൻ തുടങ്ങിയപ്പോ അദ്ദേഹം ചെറിയൊരു റെസ്റ്റിലാണ്. നിനക്കൊരു ഗാനം. ഞാൻ ഒന്ന് ഉറങ്ങിട്ട് വരാം. അവള് ഉണരും ഗാനം. നേരത്തൊക്കെ പാട്ടുണ്ട്. എന്നോട് തന്നെ ചതിയായിട്ട് ഞാൻ ആദ്യം തന്നെ ഇപ്പൊ മങ്കിയോ എമ്മാവും. ബാക്കി പാടിക്കോട്ടെ, എനിക്ക് പാട്ടം. വാവാ താമര പെണ്ണെ നീയൻ പൂങ്കരളല്ലേ കൂടെ കളിക്കാൻ വാ. ചന്ദനക്കിണ്ണം അന്താക്ഷരിയും തമാശകളുമായി രാവിലെ 3 മണിവരെ ഇങ്ങനെ ഇരുന്നു. ഇനി അല്പം മയക്കം. രാവിലെ 6 മണിക്ക് തന്നെ എഴുന്നേറ്റ് നല്ലൊരു തീ കായാണ്. നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ല. ബാക്കിയുള്ളവരൊന്നും എഴുന്നേറ്റില്ല. ഇനി ലേക്കിന് ചുറ്റും ഒന്ന് നടന്നു വരണം. പ്രഭാത കാഴ്ചകൾ മനോഹരമാണ്. ഫ്ളാറ്റിൽ നിന്നും എല്ലാ ദിവസവും കേൾക്കാറുള്ള വാഹനങ്ങളുടെ ഇരമ്പലുകളോ ബഹളങ്ങളോ ഒന്നുമില്ല. പകരം കോരിത്തരിക്കുന്ന തണുപ്പിൽ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പക്ഷികളും അവയുടെ മധുര ശബ്ദങ്ങളും മാത്രം. ഇന്നലെ വന്നവരിൽ കുറച്ചുപേര് ഇപ്പോഴും ഉറക്കത്തിൽ തന്നെയാണ്. കുറച്ചുപേര് ലേക്കിന്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്. ബാക്കിയുള്ളവർ ടെന്റ് മടക്കി പോകുവാൻ റെഡിയാകുകയുമാണ്. ഞാൻ രാവിലെ തന്നെ ഈ ലേക്കിന് ചുറ്റും ഒരു റൗണ്ട് അടിച്ചു. എനിക്ക് തോന്നുന്നു അവര് ഇതുവരെ എഴുന്നേറ്റില്ല തോന്നുന്നു. കുറച്ച് ആൾക്കാർ എഴുന്നേറ്റു, കുറച്ചുപേര് എഴുന്നേൽക്കാനുണ്ട്. എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. എഗ് റോസ്റ്റും ദോശമാവൊക്കെ കൊണ്ടുവന്നു, ദോശയൊക്കെ ചൂടണം. അപ്പം ഞാൻ പോയി എല്ലാവരെയും എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകണം. ഫിൽസ ഇപ്പോഴും നല്ല മയക്കത്തിലാണ്. ബാക്കിയുള്ളവരെല്ലാം എഴുന്നേറ്റിരുന്നു. അവർ ഓൾറെഡി ചായയും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ മണലിന് സാധാ പോലെയാണ്, രാത്രിയെല്ലാം അടുപ്പില്ല. നമ്മള് 3 പേരല്ലേ ഉള്ളൂ, ബാക്കി പിന്നെ ഒടിക്കാം. അപ്പോൾ നമ്മുടെ ജിക്കുന്റെ വക ഒരു ഫ്രഷ് ചായ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് നേതൃത്വം കൊടുക്കുന്നത് ജിക്കു, ഷെമീല ആൻഡ് ഷൈമി. ഷൈമി, എന്താണ് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്? ദോശയും മുട്ടക്കറിയും. ദോശയും മുട്ടക്കറിയും. മെയിൻ ഷെഫ് മിസ്റ്റർ അനിൽകുമാർ. ടിഫിൻ ബോക്സിൽ സ്പൈസസ് ഉണ്ടായിരുന്നില്ലേ? ജിക്കു കണ്ടായിരുന്നോ? ഏത് കുഞ്ഞ് നീ ഉണ്ടെന്നാ?
ഏട്ടാ മുട്ടയൊന്ന് പൊളിച്ചു കൊടുക്കേട്ടാ. എവിടെ ഇരിക്കാൻ പറ്റും? ഇതെന്താ ഇങ്ങനെ? അപ്പൊ നിനക്ക് അതിന് എങ്ങനെയാണ് ചായ പിള്ളേർക്ക് കൊടുക്കും. അടിപൊളി ടേസ്റ്റ്. ഈ ദോശ എനിക്കാ? ഈ ദോശ എനിക്കാണോ? രണ്ടെണ്ണം ഇന്നു മണികണ്ട കട്ട വെയിറ്റിംഗ് ഫോർ ദോശ. വാവ്, ദോശയും എഗ് കറിയും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. മറ്റു 2 ഫാമിലികളും ഇന്നലെ വൈകി വന്നതിനാൽ ലേക്കും പരിസരങ്ങളും ഒന്നും കണ്ടില്ലായിരുന്നു. നമ്മള് എക്സ്പോ 2020 ലേക്കിൽ നിന്നും കുറച്ച് മുമ്പോട്ട് നടന്നു. ഒരു കച്ച റോഡ് കണ്ടിട്ട്, മണ്ണിട്ട റോഡ്. അപ്പൊ അതിൽ കൂടെ കുറെ മുമ്പോട്ട് നടക്കുമ്പോൾ പുതിയ ലേക്കിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് മുമ്പ് വെള്ളത്തിലൂടെ നടന്നു പോയില്ലേ, ആ സ്ഥലമൊക്കെ ഇവര് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഓൾറെഡി ഷീറ്റൊക്കെ വിരിച്ചു, വെള്ളം സപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇതാണ് ഈ ഡാമിലും ഈ ലേക്കിലും കൂടി വെള്ളമാവും. നടുക്കിലൂടെ നടന്നു പോകേണ്ട സ്ഥലം. ഇതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പണി കഴിഞ്ഞില്ല. യെസ്, കം ഓൺ. വളരെ ആസ്വദിച്ച നിമിഷങ്ങൾ. കട്ടക്ക് കൂടെ നിന്ന അനിയുടെയും ഹഫീസിന്റെയും ഫാമിലികൾ. പ്രവാസ ജീവിതത്തിലെ ഓർമ്മകളിൽ സൂക്ഷിച്ചു വെക്കുവാൻ ഒരു 2 ദിവസങ്ങൾ കൂടി. UAE-യിലുള്ളവർക്ക് നൈറ്റ് ക്യാമ്പിങ്ങിനായി ഞാൻ ഈ സ്ഥലം സജസ്റ്റ് ചെയ്യുന്നു. ലവ് ലേക്കിലെ അത്ര ക്രൗഡ് അല്ലാത്തതും 24 hours വൃത്തിയുള്ള വാഷ്റൂം, വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളും ഒക്കെ കാരണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. This is the most amazing place I ever seen. Thank you, Baba, for making me stay here for 2 days. ഇനി ഷാർജയിലേക്ക്. നാളെ മുതൽ ജോലിയിലേക്ക്, അതും 2025-ലെ ആദ്യ ജോലി ദിനം. അപ്പൊ ശരി, ബൈ ബൈ. ബൈ. 2024 നിന്നും 2025-ലേക്ക് പ്രവേശിക്കുമ്പോൾ ജോലി, ഹെൽത്ത്, കുടുംബം സംബന്ധമായി ഒക്കെ കുറെ റെസൊല്യൂഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നടപ്പിൽ വരുത്തണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.